കാഴ്ച. ഭഗവാന്റെ ഇതാട്ടോ. ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോക്ക് സ്വാഗതം കേട്ടോ. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആക്കാൻ വിചാരിച്ചു. ഇന്ന് 4:30 ആയി വൈകുന്നേരം. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ വിളിച്ചു. അവൻ്റെ ഒരു കസ്റ്റമറായിട്ട് കുറച്ച് 200 കിലോമീറ്റർ അപ്പുറം പോകാണ്ട് വരാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്നാണ്. അങ്ങനെ അവൻ്റെ കസ്റ്റമറുമായിട്ട് ഇന്ന് അവൻ്റെ നാട്ടിലേക്കും അവിടെ നാട് കാണാനൊക്കെ ആയിട്ട് പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നിപ്പോൾ പോകണുള്ളൂ, ഞാൻ അവിടെ എടുത്തിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ എന്തായാലും ഇന്ന് വീഡിയോ എടുക്കില്ല, ഇനി നാളെ രാവിലെ വീഡിയോ എടുക്കുള്ളൂ. അപ്പോൾ രാവിലത്തെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണും. ഓക്കെ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി കിടന്നു തുടങ്ങിയ സ്ഥലം കേട്ടോ. ഞാനൊരു ഇൻഡസ്ട്രിറ്റ് വന്നതാണ്. ഇന്നലെ കിടന്നു തുടങ്ങിയ സ്ഥലം എങ്ങനെയുണ്ട്? നല്ല ഗ്രാമീണതല്ല സ്ഥലം. അവിടെ ക്ഷേത്രം ഒന്നുണ്ട്. അവിടെ വില്ലേജ് വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. പോസ്റ്റ് ഓഫീസ്, ഒരു ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസാണിത്. ട്രിപ്പൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഓരോ ഭാഗ്യങ്ങളാണ്. അടിപൊളി വില്ലേജ് താമസിക്കുക, അടിപൊളി ഫുഡ് ചെയ്തിട്ടാണ് വീട്ടിലെന്നല്ലേ. പൊലി ഫുഡ് കഴിച്ചെന്നല്ലേ. അങ്ങനെ വില്ലേജിൽ കൂടെ യാത്രയാണ്. അടിപൊളി വില്ലേജ് കേട്ടോ. അവിടെ തന്നെ പട്ടികളും ഇത് മറ്റു സംഭവം നമ്മൾ പയ്യത്തില്ലേ പയ്യ കാലത്തുണ്ടായ ആയുധ പൂജ. This is our old house. This ida Tottimana. ಯಾರಿದಲ್ಲಿ ಬಾಡಿಗೆ ಇದು ಆಗಲ್ಲ, ಏನೂ ಆಗಿಲ್ಲ. ಒಂದು to new house, their engineer will come now. House plan and all, and how we give you designs. ഇപ്പോഴും ശരിക്കും കാണില്ല നമ്മൾ പാടൊക്കെ. അപ്പോൾ നമ്മൾ വില്ലേജിൽ കൂടെ അവർ പുതിയ വീട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോവാണ്. പാടുന്ന ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ഇവിടെ ഒരു ചോലുണ്ട്. അവിടെ ഷോപ്പാക്കി കേട്ടോ. കരിമ്പല്ല, വേറെ അത് പൂജക്കുള്ള സാധനമാണ്. കരിമ്പല്ല അത്. എന്നെ ഞാൻ പറഞ്ഞു പാടങ്ങളുണ്ട്. ഇനിയിപ്പോ നമ്മളവിടെ മലകയറ്റ കഴിഞ്ഞപ്പോ എല്ലാവരും എവിടാണ് ഇവിടെ? ന്യൂ ഹോം. നമ്മളെ കസ്റ്റമർക്ക് ഉണ്ടാക്കുന്ന മറ്റേ ഇതാട്ടോ, വീടാട്ടോ. വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന കാഴ്ച ഒരു രക്ഷത്തെ കാഴ്ച. ഇവിടെ വീടിൻ്റെ മെയിൻ പ്രത്യേകത എന്നത് ജനലിൽ തുറന്ന കാണുന്ന കാഴ്ച. ആഹാ, എന്ത് വേണം വേറെ? വീടിൻ്റെ മറ്റേ ജനലിൽ കൂടെ കാണുന്ന കാഴ്ച. മറ്റേ റൂമിലപ്പം ഞങ്ങൾ നിൽക്കുന്നു കേട്ടോ. ഇവിടെ ബാൽക്കണിയും ഇതും കയറ്റിട്ട് എന്താ വ്യൂ. ആ കാണുന്ന വില്ലേജിലാണ് ഇവളെ വീട് അറവാടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം അവന് ഇവിടെ ഒരു വീട് കയറ്റാണ്. അതും ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഇത് പയറാട്ടോ. പയറിൻ്റെ ഇതിപ്പോൾ അവൻ പറഞ്ഞ കുഴപ്പമില്ല. അപ്പം നമുക്കെന്ത് കുഴപ്പമല്ലേ. അപ്പം ഞാൻ അവൻ്റെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെയും കൂടി കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്.
ഈ സ്ഥലത്തിന് മൊത്തം 9 കോടി ഉറുപ്പ്യ. 9 കോടി അതിന് സ്ഥലത്തിന് മാത്രം. ഓ വല്ലാതെ അവൻ്റെ വേറൊരു സ്ഥലമുണ്ട് അപ്പുറത്ത് കാണിച്ചു തരാനൊരു കൊണ്ടുപോവാണ്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അറിയില്ല. എന്തായാലും പോയി നോക്കാം. ചാണകം ഉണ്ടാവും കേട്ടോ. നല്ല ചാണകമല്ല, നല്ലോണം ഉണ്ടാവും ചാണകം. പശുവിനൊക്കെ ഇങ്ങോട്ട് വിടും. തുമ്പപ്പൂ അല്ലേ? നമ്മുടെ പഴയ കാലത്ത് തുമ്പപ്പൂവൊക്കെ ഉണ്ട് ഇവിടെ. വിഗിനല്ലോ വിഗടന്ന് അങ്ങനെ പാടവരമ്പത്തിൽ കൂടെ ഞാൻ ഇപ്പോൾ വീണിന്നടാ. അവിടെ ഇതില്ല, അവിടെ കുറച്ചുള്ളൂ. അതാണ് അടാ, അവിടെ കുറച്ചുള്ളൂ. ഈ ഇത് സംഭവേ ഒരു കാല് വെക്കാളില്ല. അതാണ് അങ്ങനെ അവൻ്റെ തെങ്ങും പറമ്പിലൊക്കെ പോകാം. തേങ്ങ ഒരു എണ്ണ കിട്ടി എനിക്ക് വലിയ ഉപകാരമായത്. പക്ഷെ മയിലൊക്കെ അല്ല, പീലൊക്കെ കുറച്ചുള്ളൂ. പക്ഷെ മയിപ്പീൽ സൂപ്പറാണ്. മയിപ്പീൽ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഒന്ന് മാത്രമല്ല, അവിടെ ഉണ്ട്, ഇതുമുണ്ട്. അയ്യോ മയിപ്പീൽ ഞാൻ കുറേ വിചാരിക്കും ഓരോ ഈ കർണാടക വരുമ്പോൾ ഇവിടുത്തെ തോട്ടത്തിലേക്ക് വരണമെന്ന്. എന്തായാലും അക്കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കണം. ഇവിടെ അധികം മയിലുണ്ടോ? അതായത് ഇവിടെ കുറേ മയിൽപ്പീലുകളുണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. മയിലിൻ്റെ പക്ഷെ ഇതൊന്നും പീലില്ലല്ലോ. എടാ അതിനെന്താ പറയുക? പീലിന്നല്ലേ പറയുക? പീലി. കണ്ണില്ല. അവൻ മറ്റേ എന്നീ വേണമെന്ന് വേണ്ടിയിട്ട് how to open after? Okay, how to cut? Hey, you Abhi. It will open. Abhi. It's all hybrid. Inside the water will go. Adu vadadagutte. Illa hybrid it will not be rough, more rough. Bidu nan bujur mel. ഓനക്ക് അറിയില്ല കാരാണെന്നോ. നമ്മളെ ചങ്ക് നമുക്ക് വേണ്ടി എന്നിടാൻ പോവാണ്. എടുത്തുള്ളൂ, എന്താവുമെന്ന് അറിയില്ല. ഈ മുതുകൊണ്ടുള്ള ഭാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ മുടിഞ്ഞ ഭാരം ഞാൻ മറക്കില്ല. ഇല്ല, അങ്ങനെ എത്തിട്ടോ. നമുക്ക് വേണ്ടി ചെക്കൻ കഷ്ടം വേണ്ടി. അർജുനക്ക് അറിയാലോ കയറാൻ. അർജുന കയറാത്ത അർജുന് അവന് മറ്റേ തിരിച്ചിട്ടുണ്ട് കിട്ടു. ഇതാണ് എന്തിനാ കുണി എങ്ങനെ അല്ലേ? നമ്മളിവിടെ കൊടുത്ത കിട്ടും, കട കൊടുത്ത കിട്ടൂല. ജസ്റ്റ് മിസ്. പാവം കഷ്ടപ്പെടാണ്, നമുക്ക് വേണ്ടിയിട്ടല്ലേ. കണ്ടു കുഴപ്പമില്ല അല്ലേ? താങ്ക്സ് ബ്രോ. What thanks? You want to give me 50 rupees? No problem, 50 or 100 no problem. അങ്ങനെ 3 ഇട്ടിട്ടോ. ഓൻ്റെ എടുത്ത് പോക്കറ്റ് വെച്ചിക്കണ്. ഒന്നും കൂടി കിട്ടണം. അത് ഓക്കെ. കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് എൻ്റെ അതാണ് ഇജ്ജ് മാറ്റിയെടുക്കണത്.
എമ്മേരാ വലിയ എന്തിനോടോ ഔട്ടു പൊട്ടിയാ അവൻ്റെ പൊട്ടിയാ അവൻ്റെ പൊട്ടി പൊട്ടിച്ചാ നോക്കി ട്രൈ അങ്ങനെ അർജുൻ ട്രൈ അവർ രണ്ടാലും പൊട്ടിച്ച് ഇനി അർജുന ട്രൈ ഓനെ മറ്റേ സാധനം എടുക്കുന്നുണ്ടാവില്ല എനിക്കും വേണ്ട പക്ഷെ അങ്ങനെ പറയും എന്നോട് സെയിം എങ്ങനെ വെള്ളം മധുരല്ലേ മധുരം കുറവാ ഷുഗർ കുറവാ കമ്മി ചെറുതാണെന്ന് അങ്ങനെ അർജുൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വെള്ളം കുടിച്ചിട്ട് എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാണ്ട് കഴിഞ്ഞ് മഞ്ഞാത് മതി കമ്മി ഓക്കെ രാവിലെ നീച്ച ഉടനെ കരിക്കിൻ്റെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ഏറ്റവും ഉത്തമമായ ഒരു പ്രോസസ്സാണ്. പിന്നെ ഇവർമാർക്ക് ഇതൊന്നും അവിടെ വെള്ളം കുടിച്ചാൽ വിട്ട് പോയി, പക്ഷെ ഞങ്ങളിത് പേരെ കൊണ്ടുപോകും. നമുക്കിത് കുടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലും എന്നാലേ സമാധാനമുള്ളൂ. അവൻ ഞമ്മക്ക് വേണ്ടി പിന്നെ കയറാണ് പാവം കഷ്ടപ്പെട്ട്. മറ്റേ രണ്ടാള് പൊക്കത്തിൽ നമുക്കിത് പൊട്ടിക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓറഞ്ച് അങ്ങണ്ട് പൊളിച്ച ಇಲ್ಲ ನೋ ಕೋಕೋನಟ್ ಇದು ಗಂಜಿ ಇದೆಯಾ ಓಪನ್ ಮಾಡಿ. അവിടെ അത് പൊട്ടിച്ച് എൻ്റെ ഉള്ളിൽ എന്തുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. ഇത് ഫ്രഷ് അല്ല, അതുകൊണ്ടാണ് അങ്ങനെ കഷ്ടപ്പെട്ട് പോന്നിട്ടില്ല. ನಥಿಂಗ್ ಗಂಜಿನೂ ಇಲ್ಲ ಇನ್ನು ಎಳೆದೇ ಇದು. ಸ್ಟಿಲ್ ಇಟ್ ವಿಲ್ ಬಿಕಮ್ ಬಿಗ್. ഇല്ലടാ കഴിഞ്ഞില്ല, വെള്ളം കഴിഞ്ഞില്ലേ? 7 എടുത്ത് ഇതിന്ന് എന്നിട്ട് ബാക്കി ഇട്ട് അതിന് ഉള്ളിയൊന്നും ഇല്ല കേട്ടോ ഇപ്പം. അതുകൊണ്ടാണ് സ്ഥലം കണ്ടോ, ഉള്ളിൽ കാമ്പൊന്നുമില്ല, തേങ്ങ ആയിട്ടില്ല ഫുള്ള്. പക്ഷേ ഫസ്റ്റ് കുടിച്ചിൽ മധുരമില്ല, പക്ഷെ സെക്കൻഡ് കുടിച്ചതിൽ ഒരു രക്ഷയില്ലാത്ത ഇത്. നിങ്ങൾ ബാക്ക് ടു ഹോമിലേക്ക് പോകണം. ചായ കുടിക്കുന്നുണ്ടോയെന്ന് അറിയില്ല, പുറത്തുനിന്നാണോന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം. എന്തായാലും ഒരു രക്ഷയില്ലാത്ത ഇതായിപ്പോയി. ആ സ്ഥലത്തിന് അവർ പറയുന്നത് 9 കോടിയായിട്ട്, ഈ മൊത്തം സ്ഥലത്തിന്. ഇത് റോഡിൻ്റെ ആദ്യം കുറച്ച് പൈസ, ഇപ്പോൾ മറ്റേ അയവ് വന്നുകൊണ്ട് 9 കോടിയാണ് ഇത് പറഞ്ഞത്. ഈ സ്ഥലത്തിന് മൊത്തത്തിൽ 9 കോടി. വല്ലാത്ത അറിയാം. പണ്ട് പാടമ്പത്തിലൂടെ ഇങ്ങോട്ട് ഇവിടെ വണ്ടി കഴിഞ്ഞ സ്പോട്ടാട്ടോ, കിണർ എന്തൊക്കെ ആയിട്ട് പോത്ത് കുടിക്കുന്ന സ്ഥലമാണ്. ലോറി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാട്ടോ കറക്റ്റാണ്. ഓഫ് റോഡാണ്.
Yeah, I am also. Hands and It's not. ചെക്കന്മാർ ഫുൾ കുരിശിനകത്ത് ഇപ്പോൾ പോത്തേക്കണം ഇപ്പോൾ വണ്ടിയേക്കണം അങ്ങനെ ഇവിടെ വണ്ടിയേക്കലും പോത്തേക്കലും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പോവാ നമുക്ക് ബാക്ക് ടു വണ്ടി. ഓരോ പ്രോപ്പർട്ടി നമ്മൾ ഇറങ്ങിട്ടോ ടു ഹോം. NH ആട്ടോ, ഹൈവേൻ്റെ പക്കത്താണ്. ചെക്കൻ മാത്രമായിക്കാണ്. കരിമ്പുണ്ട് ഇവിടെ. while going ഓക്കെ അവൻ്റെ തറവാട്ടിക്ക് പോവാണ്. ಅಲ್ಲಲ್ಲಿ ಕಿತ್ಕೊಂಡೇ ತಿನ್ಬೇಕು. കരിമ്പാട്ടോ, ഫുള്ള് കരിമ്പ്. ഇതൊക്കെ നമ്മുടെ അവിടെ കയറ്റിയൊക്കെയുള്ളതാ. അപ്പൊ നമ്മുടെ അവിടെ മലയാറ്റയില്ല. മലയാറ്റി അതാണ്. ആ അങ്ങനെ കഴിഞ്ഞാൽ അവിടെ വില്ലേജ് കയറി. വില്ലേജ് കയറാൻ നമ്മൾ വില്ലേജ് എത്തി. ನೋಡಿ ದೊಡ್ಡದಾಗಿದೆ വില്ലേജ് റോഡിൽ കയറി. ഇതാണ് അവരെ വില്ലേജ്. വലിയ പോയാൽ മതി. വില്ലേജാണ് നമ്മുടെ റോഡ്. അയ്യോ മാറി അങ്ങനെ ആയത്. ഇതിന് ഈ സ്ഥലം മറ്റേ അഗ്രഹാരം. അങ്ങനെ ഇവിടെ വില്ലേജ് എന്തിനാ നമ്മളവിടെ വീട്ടിലെത്തിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കി എന്താ പ്ലാനിങ് എന്ന് അറിയില്ല അല്ലേ? എന്താ പ്ലാനിങ്? എന്താ പ്ലാനിങ് ഇനി ബാംഗ്ലൂർ ടു ബാംഗ്ലൂരാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. കഴിക്കണ ഫുഡാട്ടത്. വെറൈറ്റി ടേസ്റ്റ് മക്കളെ, വെറൈറ്റി ടേസ്റ്റ്. മൂന്നാലും അടിപൊളി ഫുഡ് കഴിച്ചു. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. വേറെ ഫുഡ് പോലും ബാക്കി വയ്ക്കാതെ അങ്ങനല്ല ഉണ്ട്. വറ്റുണ്ട്. അടിപൊളി ഇതാട്ടോ വീട്. അങ്ങനെ വള്ളത്തിൻ്റെ കപ്പിൻ്റെ പ്രത്യേകത. എൻ്റെ അങ്ങനെ ഫുഡും കഴിച്ച് ഫസ്റ്റ് ഓഫീസിൽ വന്ന് കിടന്നുറങ്ങാനൊരു ഭാഗ്യം. അത് നമ്മുടെ അർജുൻ സാറ് കിട്ടിയിരിക്കുന്നു. എനിക്ക് ഇവിടെ വന്നൊരു ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ചമ്മന്തിപ്പൊടി. എനിക്ക് ഇഷ്ടമാണ് അർജുനെ. ചമ്മന്തിപ്പൊടി ഞാൻ ചോദിച്ച അവർ ഒരു പാക്കറ്റ് തന്നിട്ടുണ്ട്. രക്ഷയില്ലാത്ത സാധനമാണ്. എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സംഭവമാണ് കോലം. കോലം എന്താ പറയുക? കോലം വരയ്ക്കുക. അത് ഈ വീട്ടിലുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കട കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കാട്ടോ. ഒരു കട, എന്തെങ്കിലും ഒരു കട കിട്ടിയാൽ കേരപ്പേട്ട ലെഫ്റ്റ് എൻ്റെ ഇവിടെ ഗ്രാമം ചെയ്തത്. പക്ഷെ അവിടെ ഒരു കട പോലും ഇല്ല എന്നുള്ളതാണ് ഒരു സങ്കടം. സങ്കടപരമായ ഒരു കാര്യം. ഇവിടെ ഒരു കട പോലും ഇല്ല. ബസ്സാട്ടോ, KSRTC. KSRTC അല്ലേ ഇവിടുത്തെ? ശർക്കര ഒരു ഇത് കൊണ്ടുവന്ന് നിൽക്കണേ അമ്മ. ഒരു എന്താണ് സീറ്റ് അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാം. അങ്ങനെ ജസ്റ്റ് റോട്ടിൽ നടന്നു കരിമ്പ് കിട്ടി ഗൈസ്. എന്താ ടേസ്റ്റ് എന്നറിയില്ല, നോക്കാം. അങ്ങനെ കരിമ്പ് പൂതി വെച്ച് അങ്ങനെ റോട്ടിൽ നടന്നു പോയത്. റോട്ടിൽ കടന്നു പോകുമ്പോൾ കിട്ടിയതാട്ടോ. അങ്ങനെ നമ്മൾ ബാക്ക് ടു ബാംഗ്ലൂറാണ്. നമ്മളെ ഒരു മറ്റേ ഡ്രൈവ് ചേഞ്ച് ആയിക്കണേ. നമ്മളെ ഡ്രൈവ് സുഖമാണ് വണ്ടി ഓടിക്കുന്നത്. ഇനി ബാക്ക് ടു ബാംഗ്ലൂർ 200 കിലോമീറ്റർ പോകാണ്ട്. അടിപൊളി റോഡാട്ടോ അല്ലേ? റോഡ് സൂപ്പറായി കണ്ടൊരു കുഴപ്പമില്ല. അതാണ് നമുക്കിവിടെ പോലൊരു വഴി. അന്തമാണ്. ഇപ്പോൾ പുറത്തൊക്കെ വണ്ടി ഓടിച്ച് പരിചയമാണ്. ഇതിങ്ങനെ സിറ്റി ഓടിയിട്ടേ പുറത്ത് പോയപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും. കണ്ണ കൂടിയൊക്കെ നല്ല കേട്ടോ. സംതിങ് കണ്ണ നല്ല. ഈ
മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നോ പെട്രോൾ പമ്പ് നോ ചേഞ്ച്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു 50 കിലോമീറ്റർ ആണ് ഒരു സംഭവമില്ല. എന്തായാലും വെള്ളത്തിൽ കാണാം. അങ്ങനെ അവനോട് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചോണ്ട് സംസാരെ വേദിച്ച് ബുദ്ധിമുട്ടണ്ട അങ്ങനെ അവൻ ഓടിച്ച്. ആദ്യമായിട്ടും ഒരു ഊബറിൽ 2 ഡ്രൈവറായിട്ട് യാത്ര ചെയ്യണത് അത് അല്ലേ അല്ലേ രണ്ട് ഒരു കസ്റ്റമർ കൊണ്ടുപോകാൻ 2 ഡ്രൈവർമാർ. ഇമ്പോസിബിൾ ഈ സൂപ്പർ. ഇതിലേ ഇനി ഇവിടെ ബോർഡ് ഒന്നുമില്ല, എത്ര കിലോമീറ്റർ പോകണമെന്ന് അറിയില്ല, ഒരു കട പോലും ഇല്ല, കുറേ ലേക്കും കാടും ഉണ്ട്. ചെക്കിന് ചായ കുടിക്കാൻ അത്ര ഒരു പാകമില്ല എന്ന അവസ്ഥ. നമ്മളങ്ങനെ മറ്റേ ബന്ദിപ്പൂർ We have to clarify your decision. Till 1 hour or 2 hours. അത് അർജുൻ പെട്ട്. അർജുന് തമാശക്ക് പറഞ്ഞ പക്ഷെ അർജുൻ പെട്ടിക്കണ. I will show. ആക്കല്ല See, it's there, no? You have to fill it. അത് വരുന്നില്ലടാ, കത്തി വരുന്നില്ല. നോക്ക് അമ്മ വോട്ടർക്ക് നല്ല വരുന്നുണ്ട്. ഇജ്ജ് പോരാ ഇജ്ജ് പോരാണ്ട് ഇജ്ജ് പോരാ. See, it will be there, no? You have to leave like this. See? അങ്ങനെ അർജുൻ പഠിച്ചു. ബൈ ബൈ. മതി മതി. അങ്ങനെ ചെക്കൻ കോല പറിച്ചു അടിപൊളിയായിട്ട്. പഠിച്ചില്ലേ? കോല അടിപൊളിയായി പറിച്ചൊക്കെ ഞങ്ങൾ അങ്ങനെ ബാക്ക് ടു ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി റോഡാണ്, കത്തിച്ച് പോവാ. നല്ല തെങ്ങ് പറമ്പ്. വീണ്ടും ഫോറസ്റ്റിലോട്ട് കയറി. ടാക്സി വണ്ടി ഓനത് മതി വരുമോ പാവോ. വേറെ നോക്കട്ടെ. അവിടുന്ന് അടിപൊളി റോഡാട്ടോ, ഒരു രക്ഷയില്ല അല്ലേ വെച്ചോ. അപ്പം ഞങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ 100 കിലോമീറ്ററായി ഡ്രൈവ് ചെയ്യണം. ഇനിയുണ്ട് 82 കിലോമീറ്റർ ആയിട്ട് എത്തണം ബാംഗ്ലൂർക്ക്. ഈ അമ്പലം ഒരൊറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ചാണെന്ന് പറയുന്നത്. ഒറ്റ രാത്രിയോ? ആര് പറഞ്ഞു? 1800 വർഷങ്ങൾക്ക് മുന്നേ. കുരങ്ങന്മാരാണ് ഇവിടെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ഒരു രാത്രി കൊണ്ടോ? ഇതല്ല ഗോപുരല്ല, ഉള്ളിൽ. അപ്പം അങ്ങനെ എന്തൊക്കെ പ്രത്യേക അമ്പലം. ഇത് ഇവിടെ എന്താണ് എന്താ പ്രതിഷ്ഠ? വിഷ്ണു ഭഗവാൻ. വിഷ്ണു ഭഗവാന്റെ ഇതാട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ ഞങ്ങൾ നമ്മളെ സാർമാർ ഉള്ളിലേക്ക് പോയിക്കണ്. അപ്പോൾ ഞങ്ങളിവിടെ പുറത്ത് പാർക്കിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങനെ ബാംഗ്ലൂരിൽ എത്തിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിർക്കും ബൈ.